നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇറാനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇതോടെയാണ് യുദ്ധത്തിൽ കൂടെ നിൽക്കാൻ സഖ്യം എന്ന തന്ത്രവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറങ്ങിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുമുള്ള ഭീഷണിയെ നേരിടുന്നതിനായി മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുക എന്നതാണ് പുതിയ തന്ത്രം. ഇറാന്റെ സൈനിക ആണവ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾ കാരണം ഇസ്രയേലിലും ചില അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതായാണ് സൂചന. ഈ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേര് നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ പ്രധാനപ്പെട്ട ഉടമ്പടിയെക്കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേരുകൾ നെതന്യാഹു നിലവിൽ വെളിപ്പെടുത്തിയിട്ടില്ല. വരാനിരിക്കുന്ന നിർണായകമായ ഉടമ്പടികളെക്കുറിച്ച് ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കും നേരെ ഇസ്രയേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളിലൂടെ നേരിട്ടിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദം. ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശേഷി ഇസ്രയേൽ ഗണ്യമായി തകർത്തെറിഞ്ഞുവെന്നും ഇറാനിലെ നിലവിലെ ഭരണകൂടം വൈകാതെ തകർന്നടിയുമെന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കുമെതിരായ ആക്രമണങ്ങളിലൂടെ നേരിട്ടുള്ള ഭീഷണി ഒഴിവാക്കാൻ സാധിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ അവകാശവാദവും. എന്തായാലും ആയുധങ്ങൾ നിർമ്മിക്കുവാനുള്ള ഇറാന്റെ ശേഷിയെ ഇസ്രായേൽ തകർത്തതായും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ ഇറാനിലെ ഭരണകൂടം വൈകാതെ തന്നെ കൂപ്പുകുത്തുമെന്നും മേഖലയിൽ മറ്റ് സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കെ ഹിസ്ബുള്ള ഇനി ഇസ്രായേലിനൊരു ഭീഷണി അല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിച്ചത് ഹിസ്ബുള്ളയുടെ ഭീഷണി കുറയ്ക്കാൻ കാരണമായി എന്നും പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികൾക്കും ബാലിസ്റ്റിക് മിസൈൽ ശേഷിക്കുമെതിരെ ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയെ പോലെ ഒരു ഇറാൻ അനുകൂല സംഘടനകളുടെ ശക്തി കുറയ്ക്കാൻ സഹായിച്ചു എന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഏതൊരു ആക്രമണകാരിയുടെയും കാൽ വെട്ടിമാറ്റുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിരിക്കുന്നത്. IRGCയുടെ ഖദം അൽ അൻബിയയുടെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വക്താവ് ഇബ്രാഹിം സോൾഫാരിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. യുഎസിന്റെ കരയുദ്ധം ഉണ്ടായാൽ വിന്യസിക്കാൻ റഷ്യൻ ചേച്ചൻ യൂണിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇറാൻ പറയുന്നു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാലും ഇറാനിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് സന്നദ്ധനാണ് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ പ്രതികരണം. ഇവർ തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഇറാനിലെ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലെ ബങ്കർ ബസ്റ്റ് ബോംബ് ആക്രമണം ഉണ്ടാവുകയും തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ട്രംപ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇറാന്റെ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിൽ 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായാണ് യുഎസും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തിയത്. എന്തായാലും ആക്രമണത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറണം എന്ന നിലപാടിലാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്.